നമസ്കാരം, ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഈസി ഒരു ഡെസേർട്ടാണ്. ഇത് തയ്യാറാക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. ഇത് തയ്യാറാക്കാനായിട്ട് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇത് 150 ഗ്രാം മിൽക്ക് പൗഡറാണ്. നമുക്കൊരു മിക്സിയുടെ ബൗളിലേക്ക് ഇടാം. ഇതിലേക്ക് ഒരു ക്യാൻ കണ്ടൻസ് മിൽക്ക്, അതായത് 400 ഗ്രാം കണ്ടൻസ് മിൽക്ക് നമുക്ക് ചേർക്കാം. നമ്മളിപ്പോൾ കണ്ടൻസ് മിൽക്കും അതുപോലെ തന്നെ മിൽക്ക് പൗഡറും ചേർത്തു. ഇതിലേക്ക് 600 ഗ്രാം വിപ്ഡ് ക്രീമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് കുറച്ച് വീതം ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇത് 18 ഗ്രാം ജലാറ്റിനാണ്. ഈ ജലാറ്റിൻ കുറച്ച് വെള്ളം ചേർത്ത് കുതിർത്ത് വെച്ചേക്കുന്നതാണ്. ഇത് നമുക്കിനി സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ഉരുക്കാം. നമ്മൾ നേരത്തെ കുതിർത്ത ജലാറ്റിൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുകി കിട്ടിയിട്ടുണ്ട്. നമുക്ക് തീ നിർത്താം. ഇനി നമ്മൾ മിക്സിയുടെ വലിയ ബൗളിൽ എടുത്തു വെച്ച ഈ കൂട്ട് മുഴുവനും നമുക്കൊരു ബൗളിലേക്ക് പകർത്താം. ഇതാ നമ്മൾ ഈ കൂട്ടിലേക്ക് നമ്മൾ ഉരുക്കിയ ജലാറ്റിനും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുഡിംഗ് ഡിഷിലോട്ട് ഇത് പകർത്താം. ഇതാ നമ്മുടെ ക്രീമി പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു പുഡിംഗ് ബൗളിലോട്ട് സെറ്റ് ചെയ്തു. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പൈനാപ്പിൾ വിളയിച്ചത്, അതായത് പൈനാപ്പിൾ വെള്ളമൊന്നും ചേർക്കാതെ ചുമ്മാ വേവിച്ചിട്ട് അതിൽ കുറച്ച് പഞ്ചസാരയും കൂടിയും ചേർത്ത് ഒന്ന് വിളയിച്ചെടുത്തതാണ്. ഇത് ചേർക്കുകയാണ്. പൈനാപ്പിളിന് പുളിയുള്ളതുകൊണ്ടാണ് ഞാൻ ലൈം ജ്യൂസ് ചേർക്കാഞ്ഞത്. ഇപ്പോൾ സ്ട്രോബെറി ഒക്കെ വെച്ച് ഇതുപോലെ ടോപ്പിംഗ് തയ്യാറാക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ലൈം ജ്യൂസ് നമുക്ക് ചേർക്കാവുന്നതാണ്. നമ്മുടെ സിമ്പിളായിട്ടുള്ള ക്രീമി പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, അതുപോലെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.